ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ പച്ച വാഴയ്ക്കയും വൻപയറും കൊണ്ടുള്ള ഒരു എരിശ്ശേരിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് വൻപയർ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ്. ഒരു 10-15 ചെറിയ വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. നാടൻ വാഴയ്ക്കയാണ്. അത് നമുക്ക് ഈ പയറൊന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി അത് 2-3 പ്രാവശ്യം കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അത് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് തേങ്ങ അരയ്ക്കാൻ എടുക്കുന്നുണ്ട് ഞാൻ. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ പയർ ഒരു പകുതി വേവോളമായിട്ടുണ്ട്. ഇനി അതിലേക്ക് കായ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കായ ഞാൻ ഉപ്പ് വെള്ളത്തിലും മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളത്തിൽ ഇട്ട് വെച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് 2-3 പ്രാവശ്യം കഴുകിയെടുത്തതാണ്. അത് ഈ പയറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ കായയും കഴുകി ഇട്ടതിന് ശേഷം അതിലേക്ക് കായയ്ക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഒരു 4 പച്ചമുളക് കീറിയിടാം. പച്ചമുളക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിലടിച്ചാൽ മതിയാകും. പയർ ഒരു വിസിലടിച്ചപ്പോൾ പകുതി വേവായിരുന്നു. ഇനി കായയും കൂടെ ഇട്ട് ഒരു വിസിലും കൂടെ അടിച്ചപ്പോൾ പാകത്തിന് 2 വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും കൂടെ അരച്ചത് ഇതിലേക്ക് ചേർക്കാം. അധികം വെള്ളം ആവശ്യമില്ല. ഒരു കുറുകിയ പരുവത്തിൽ നമുക്ക് എടുക്കാം. ആ ജാറ് കഴുകിയിട്ട് കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ജാറ് കഴുകിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു കുറുകിയ പോലെ വേണം ഇതെടുക്കാൻ. അധികം വെള്ളമായാൽ ടേസ്റ്റ് ഉണ്ടാകില്ല. ഇനി ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ചെറിയ തിള വരുമ്പോൾ തീ ഓഫാക്കാം. ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പ് കുറച്ച് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ടു. ചെറിയ തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി അതിലേക്ക് വേണ്ടുന്ന വറവിടാം. ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളക് പൊട്ടിച്ചിടുക. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരട്ടെ. വറ്റൽമുളക് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. തേങ്ങ ചെറുതായിട്ട് ചുമക്കുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ട് ചുമന്നിട്ടുണ്ട്. ഇത് ചുമന്ന് കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ്. മുളക് പൊടിയുടെ ഒരു മൂത്ത മണം കൂടെ വരുമ്പോൾ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകും. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് എല്ലാം കൂട്ടി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ പയറും പച്ചവാഴക്കയും കൊണ്ടുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. താങ്ക് യു.